മനുഷ്യനാണ് വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾക്കും സദസ്സിൽ ഇന്നത്തെ കാര്യപരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹൃദയർക്കും ആശ്രവിദ്യാസമാനത്തിന്റെ നമസ്കാരം. അഹല്യാസ്മൃതി വർഷം ഹിന്ദു മഹാസമ്മേളനവും സ്ത്രീ ശക്തി സംഗമവും എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, അതുപോലെ തന്നെ ധർമ്മ റാണി പുരസ്കാരം ഏറ്റുവാങ്ങാൻ, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ 2 വാക്ക് സംസാരിക്കുവാനുള്ളൊരു അവസരം തന്ന ഈ പരിപാടിയുടെ സംഘാടകർക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. ആശംസകൾ അറിയിക്കാനാണ് എന്നെ വിളിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച വിനോദ്ജി എന്റെ അടുത്ത് പറയുന്നു, കാര്യം അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ച്, അതായത് ആർഷവിദ്യാസമാജം വർഷങ്ങളായി കൈകാര്യം ചെയ്തു വരുന്ന ഒരു വിഷയത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കണമെന്നും പറയുന്നു. ഞാനിപ്പോ ധർമ്മസങ്കടത്തിലാണ്. ഇത്രയും മുതിർന്ന ആൾക്കാരെ വേദിയിലെത്തിയതും ശശികല ടീച്ചറെ പോലെയുള്ള, ശശികല ടീച്ചറ് എന്തിനാണ് മുന്നേ ടീച്ചറിനെ ഇവിടെ ഇരുത്തിയിട്ടാണ്. അപ്പോ ടീച്ചറിന്റെ വാക്കുകൾ കേൾക്കാൻ ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ദീർഘമായിട്ടുള്ളൊരു പ്രസംഗം കാഴ്ചവെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതും ഒരാശങ്കയാണ്. എങ്കിലും ഇന്ന് നമ്മളിവിടെ ഓർക്കുന്നത് ഒരു മഹത് വ്യക്തിത്വത്തെയാണ്. അഹല്യാഭായ് ഹോൾക്കർ, ഒരു ധീര വനിത, ധർമ്മത്തോടും രാഷ്ട്രത്തോടും പ്രതിബദ്ധത പുലർത്തിയ ഭർത്താവ് മക്കളെല്ലാം തനിച്ചാക്കി പോയപ്പോഴും, ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയപ്പോഴും, ഞാൻ അനാഥയാണ്, എനിക്കാരുമില്ലാത്തവളാണ്, ഞാൻ അബലയാണ്, ചവലയാണ്, തബലയാണെന്നൊന്നും പറഞ്ഞ് വീടിന്റെ 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങിക്കൂടാതെ രാജമാതാവായി മുന്നോട്ട് വന്ന് നാടിനെ നയിച്ച ഒരു മഹത് നേതൃത്വം. നേതൃത്വത്തിന്റെ മാതൃക ഒരു പുരുഷനെന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ത്രീരത്നം. അങ്ങനെ ഒരു മഹതിയെ ഓർമ്മിച്ചുകൊണ്ട് ആ മഹതിയുടെ പ്രവർത്തനങ്ങൾ ഈ മണ്ണിനു വേണ്ടി, ഭാരതാംബയ്ക്ക് വേണ്ടി ആ മഹതി ചെയ്തു വെച്ച് പോയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ആ മഹതിയുടെ പേരിലുള്ള പുരസ്കാര ദാനം കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏറെ സന്തോഷവും അഭിമാനവും തുളുമ്പുന്ന നിമിഷം. അങ്ങനെ ഒരു പുരസ്കാരം ഇവിടെ നൽകപ്പെടുമ്പോൾ അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്ന കർത്തവ്യം, അതിനായി ഇങ്ങനൊരു പേര് ഇവിടെ സജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിനോദ്ജി വിളിച്ച് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇന്നങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ ഈ 2 കൈകൾ അത് ഏറ്റുവാങ്ങും. പക്ഷേ സത്യത്തിൽ ഈ 2 കൈകളെ ആ പുരസ്കാരം ഏറ്റുവാങ്ങാനില്ലെങ്കിൽ ഈ 2 കാതുകൾ ഇതുപോലുള്ള അംഗീകാരങ്ങൾ കേൾക്കാൻ പ്രാപ്തിയിലേക്ക് എത്തിച്ചത് എനിക്ക് 2ാം ജന്മം നൽകിയ ആർഷവിദ്യാസമാജം എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ അത് ആർഷവിദ്യാസമാജത്തിനുള്ള അംഗീകാരമാണ്. ഞാനടക്കം സനാതന ധർമ്മത്തിന്റെയും ഹിന്ദു രാഷ്ട്രത്തിന്റെയും കടക്കൽ കത്തിവെക്കാൻ, പൂവിട്ട് വാഴ്ത്താനല്ല, കടക്കൽ കത്തിവെക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരെ, കച്ച മുറുക്കി ഇറങ്ങിപ്പുറപ്പെട്ടവരെ, അതല്ല വഴി, സത്യത്തിന്റെ വഴി, ധർമ്മത്തിന്റെ വഴി ഇതാണ് എന്ന് ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകി, സ്വീകരിച്ച് പോകാനിരുന്ന മതത്തിന്റെ പൊള്ളത്തരം എന്താണെന്ന് ബോധ്യപ്പെടുത്തി നേർമാർഗം കാണിച്ചു തന്ന ഞങ്ങളുടെ സദ്ഗുരുനാഥൻ, ഞങ്ങളുടെ സദ്ഗുരുനാഥൻ ആചാര്യ ശ്രീ കെ ആർ മനോജിയുടെ പാദങ്ങളിലേക്ക്
അങ്ങനെ ഒരു ഗുരുനാഥന്റെ അരികിൽ ഞങ്ങളെ എത്തിച്ച ഞാനടക്കം ഇന്ന് ആർഷവിദ്യാസമാജത്തിന്റെ പ്രവർത്തകരായും ആർഷവിദ്യാസമാജത്തിന്റെ മാർഗനിർദ്ദേശത്തിലൂടെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന 8,000-ലധികം പേർക്കും ഇങ്ങനെ ഒരു ഗുരുനാഥൻ, ഇങ്ങനെ ഒരു മാർഗദർശിയെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സാഹചര്യം ഒരുക്കിയ, അനുഗ്രഹം ചൊരിഞ്ഞ പരമേശ്വര പാദങ്ങളിലും ഈ പുരസ്കാരം അർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ അഹോരാത്രം രാത്രിയും പകലും ഒന്നാക്കി തലമുറകൾക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരിമാർ, അതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും, എല്ലാവർക്കും വേണ്ടി അർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് കടക്കട്ടെ. സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം ലവ് ജിഹാദ് എന്നതാണ്. ആർഷവിദ്യാസമാജം ഇതിനെ ലവ് ജിഹാദ് എന്നല്ല, ലവ് ട്രാപ്പ് ജിഹാദ് എന്നാണ് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ അങ്ങനെ പറയാറുള്ളൂ. അതിന് കാരണവും, ലവ് ട്രാപ്പ് ജിഹാദ് ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള നിരവധി ചർച്ചകളൊക്കെ നമ്മൾ ചാനലിൽ എന്നും കാണാറുള്ളതാണ്. നമ്മൾക്കിടയിൽ തന്നെ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷെ ഉണ്ടെന്ന് പറയുന്നവർക്കും ഇല്ലെന്ന് പറയുന്നവർക്കും സത്യത്തിൽ ലവ് ജിഹാദ് എന്താണെന്നുള്ളത് അറിയാമോ എന്നുള്ളത് സംശയം തന്നെയാണ്, ഇതിന് ചോദ്യചിഹ്നമാണ്. ആദ്യം ലവ് ജിഹാദ് എന്താണെന്നൊന്ന് പറയുക. പ്രണയം, പ്രണയനാട്യം, വിവാഹം, വിവാഹ വാഗ്ദാനം തുടങ്ങിയവയിലൂടെ ശാരീരികമായി ചൂഷണം ചെയ്യുക, ഇല്ലെങ്കിൽ ശാരീരികമായി ചൂഷണം ചെയ്യാതെയോ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇങ്ങനെ ഇത്യാദി വഴികളിലൂടെ മതത്തിലേക്ക് സ്വാധീനിക്കുക. ഏത് മതത്തിലേക്ക്? ഇസ്ലാം മതത്തിലേക്ക് സ്വാധീനിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടിത പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. അതിനെയാണ് പൊതുവെ ലവ് ജിഹാദ് എന്ന് പറയുന്നതും ലവ് ട്രാപ്പ് ജിഹാദ് എന്ന് പറയുന്നതും. ലവ് ഇല്ലെന്ന് പറയാൻ, അല്ലെങ്കിൽ ലവ് എന്നുള്ള പദമാണ്, അത് ഒരു പവിത്രമായ പദം, അത് ഉപയോഗിക്കുന്നതിനോട് നമുക്കും വിയോജിപ്പുണ്ട്. ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത ഇടം, ദാറുൽ ഹർബായിട്ടുള്ള ഒരു സ്ഥലത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ, അതായത് ദാറുൽ ഇസ്ലാം ആക്കുവാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളെയും എല്ലാവിധ ശ്രമങ്ങളെയും ജിഹാദ് എന്നാണ് പറയുന്നത്. ഇവരതിനെ ചുളുവിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിക്കാനൊക്കെ നോക്കും. പക്ഷേ അങ്ങനെയല്ല കാര്യം. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിന് ആരംഭ കാലഘട്ടം മുതൽ തന്നെ, മുഹമ്മദിന്റെ ഒക്കെ കാലഘട്ടം മുതൽ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഖുറാനിലും ഹദീസിലും ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ, എല്ലായിടവും ഇസ്ലാമികവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളെയും ജിഹാദ് എന്നാണ് പറയുന്നത്. ഈ ജിഹാദ് പല വിധത്തിലുണ്ട്. ലവ് ജിഹാദ്, മണി ജിഹാദ്, ജോബ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഇങ്ങനെ പല പല തരത്തിലുള്ള ജിഹാദുകൾ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മതപരിവർത്തനം, റാഡിക്കലൈസേഷൻ ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, മതപരിവർത്തനം ചെയ്യുക, മതം മാറ്റം ചെയ്യുക, മതത്തിലേക്ക് ആളെ ചേർക്കുക, ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന വിവിധ തരം പ്രൊജക്ടുകളുണ്ട്. 30ഓളം പ്രൊജക്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 30ഓളം പ്രൊജക്ടുകളിൽ ഒന്ന് മാത്രമാകുന്നു ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലവ് ട്രാപ്പ് ജിഹാദ് എന്ന് പറയുന്നത്. ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് നടക്കുന്നുണ്ടെന്നുള്ളതിന് നിരവധി തെളിവുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. എത്രയോ പീഡന കൊലപാതകങ്ങൾ കേരളത്തിന് വെളിയിലും നടക്കുന്നു, രാജ്യത്തിന് വെളിയിലും നടക്കുന്നുണ്ട്. ദുരൂഹ മരണങ്ങൾ, എത്രയോ മിസ്സിംഗ് കേസുകൾ നടക്കുന്നു. ലവ് ജിഹാദ് ഇല്ല, ഇല്ലെങ്കിൽ ലവ് ട്രാപ്പ് ജിഹാദ് ഇല്ല എങ്കിൽ എങ്ങനെ വൈക്കത്തെ അശോകൻ ചേട്ടന്റെ മകള് മതം മാറി ആ മതത്തിന് വേണ്ടിയിട്ട് വേറൊരാളെയും കല്യാണം കഴിച്ചപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി എങ്ങനെ പോയി? എങ്ങനെയാണ് നമുക്കിടയിൽ തന്നെ ജീവിക്കുന്ന കുറച്ചു പേരുടെ മക്കൾ ഇന്ന് അഫ്ഗാൻ ജയിലിൽ അകപ്പെട്ട് നിൽക്കുന്നുള്ളത്? ആ താലിബാൻകാർ അവരെ എന്ത് ചെയ്തെന്നുള്ളതിന് ഇപ്പോഴും ഉത്തരവില്ല. അവരെങ്ങനെ അവിടെ എത്തിപ്പെടും? അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരാണ് അവരെല്ലാവരും തന്നെ. ഇതൊന്നും പോരാത്തതിന് തലങ്ങും വിലങ്ങും കേരളത്തിന് വെളിയിലും ഒക്കെ ആയിട്ട് നിരവധി മതം മാറ്റ കേന്ദ്രങ്ങളുണ്ട്. സർക്കാർ അറിഞ്ഞുകൊണ്ടും അറിയാതെയും
ഈ മതം മാറ്റ കേന്ദ്രങ്ങളിലെല്ലാം പോയാൽ അവിടെ കാണാം ഒരുപാട് പെൺകുട്ടികളെ. എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 12 വർഷം മുമ്പ് മതം മാറാനായി, ഇസ്ലാം മതം സ്വീകരിക്കാനായി, നിയമപരമായി സ്വീകരിക്കാനായി പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിൽ പോയിരുന്ന എനിക്ക് അവിടെ ഭൂരിപക്ഷം സ്ത്രീകളും അവിടെ എനിക്ക് കാണാൻ സാധിച്ചത്, വന്നിരിക്കുന്ന മതം മാറാനായി അവിടെ വന്നിട്ടുണ്ടായിരുന്ന സ്ത്രീകളിൽ മെജോറിറ്റി കുട്ടികളും ഒരു ടീനേജ് വയസ്സുള്ള കുട്ടികളായിരുന്നു. ആ കുട്ടികൾക്കെല്ലാം പറയാൻ, മതം കണ്ടുപോയവരിൽ എണ്ണിപ്പിറക്കി ഞാൻ അടക്കം ഒരു 5-6 പേര്, പിന്നെ ഒരു 5-5ഓളം പേര്, ഒരു വയസ്സായ അമ്മമാരുണ്ടായിരുന്നു. അവരൊക്കെ അവർക്കുള്ള കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മതം മാറാൻ വന്നവർ. അതല്ലാതെ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം തന്നെ ഈ കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾ. അവരെല്ലാം മതം തലയ്ക്ക് പിടിച്ചവർ ആയി വന്നവരല്ല, അവരെ മതം തലയ്ക്ക് പിടിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചതായിരുന്നു. പ്രേമിച്ച് വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനത്തിലേക്ക് എത്തുന്നു. ശാരീരികമായി ചൂഷണം ചെയ്ത് വിവാഹം എന്നുള്ള ഒരു വിഷയം കുട്ടി എടുത്തിടുമ്പോഴത്തേക്കും വീട്ടുകാര് സമ്മതിക്കണമെങ്കിൽ മതം മാറണമെന്നുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള മതം മാറ്റങ്ങൾ. ഇനി ഇതേ സ്ട്രാറ്റജിയിൽ തന്നെ കുറച്ചും കൂടെ മുന്തിയ ഇനമുണ്ട്, ഐഡിയോളജിക്കൽ ജിഹാദ്. അത് ഈ ലവ് ട്രാപ്പ് ജിഹാദിലും ഉണ്ട്, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട്. ഈ മേഖല കൊടും ഭീകരമായതാണ്. അതുവരെയുള്ളതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം. പക്ഷെ ഐഡിയോളജി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തുക അത്ര എളുപ്പമുള്ളതല്ല. മനുഷ്യനല്ലാതായി മാറുന്ന അവസ്ഥ. സമാധാനത്തിന്റെ മതം എന്നൊക്കെ പറയുമ്പോഴെങ്കിൽ സമാധാനം തൊട്ടു തേണ്ടിയിട്ടില്ലാത്തതാണെന്നുള്ളത്, മതം ചോദിച്ച് വിനോദയാത്രയ്ക്ക് വന്നവരെ മതം ചോദിച്ച് കൊല്ലുന്ന സാഹചര്യം, ട്രൗസർ അഴിച്ചു നോക്കി ഇന്ന മതത്തിലുള്ളവരല്ല ഇന്ന മതത്തിലുള്ളവരാണ് എന്ന് ഉറപ്പാക്കിയിട്ട് വെടിവെച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ മതത്തിന് പേര് സമാധാനം എന്നാണോ? ഒരിക്കലും അല്ല. അപ്പോ ഈ മതം ഈ ജിഹാദിനെ പ്രേരിപ്പിക്കുന്ന, ജിഹാദ് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഈ മതം, അതിന്റെ ജിഹാദ് എന്ന് പറയുന്ന ഈ പദ്ധതികൾ, അതിനെയാണ് ഗൗരവത്തോടുകൂടി കാണേണ്ടത്. ഇത്തരം കേസുകളിൽ അകപ്പെട്ടിട്ടുള്ള, ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള 8,000-ലധികം പേരെയാണ് ആർഷവിദ്യാസമാജം തിരിച്ചു കൊണ്ടുവന്നത്. ലവ് ട്രാപ്പ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോഴും ആർഷവിദ്യാസമാജത്തിന്റെ മുഖത്ത് നോക്കി ഇത് പറയുമ്പോ നമുക്കൊന്ന് ചോദിക്കേണ്ടി വരും, ഞങ്ങളോടോ ബാല? കാരണം ആർഷവിദ്യാസമാജം കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകളിൽ ഇതുപോലെ ദുരിതം അനുഭവിച്ചു വന്ന പെൺകുട്ടികളിൽ 95% പേരും ഈ പറയുന്ന ചതിക്കുഴിയിൽ അകപ്പെട്ട് വന്നവരാണ്. പല സ്ട്രാറ്റജികളാണ്. ആദ്യം സ്നേഹം നടിച്ച് പതുക്കെ പതുക്കെ വരുന്നു. മതമാണ് കുത്തിവെക്കുന്നതെങ്കിൽ പിന്നെ പതുക്കെ ചോദ്യം ചോദിച്ച്, കൗതുകത്തിന്റെ പേരിൽ ചോദ്യം ചോദിക്കുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. പതുക്കെ ചോദ്യത്തിന്റെ സ്വഭാവം മാറ്റി വിമർശിക്കുക. ആ വിമർശനത്തിന്റെ സ്വഭാവം പിന്നെയും മാറി പുച്ഛവും പരിഹാസവും ആക്കി കേൾക്കുന്നവന്റെ മനസ്സിൽ അപകർഷത ബോധമുണ്ടാക്കുക. കാരണം അവർക്കുള്ള ഒരു കാര്യം നമുക്കില്ലാത്തതുകൊണ്ട്, അതായത് അവർക്ക് കുഞ്ഞുനാള് മുതൽ മതം പഠിപ്പിക്കും. അതിന് സൺഡേ സ്കൂളും ഉണ്ട്, അവർക്ക് മദ്രസയുണ്ട്. മദ്രസയിൽ വേറെ പലതും ഉണ്ട്, ബയോളജിയും പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാം തികഞ്ഞ് നമ്മൾ ഹിന്ദുക്കൾ ഇപ്പോഴും പറയും, നല്ലൊരു വേദിയിൽ വന്നിട്ട് ഞാൻ കുറ്റം പറയുന്നതാണെന്ന് മുതിർന്നവരാരും വിചാരിക്കരുത്. അനുനിമിഷം നമ്മുടെ കുഞ്ഞുങ്ങൾ അത്രയ്ക്കും പിച്ച് ചീന്തപ്പെട്ടും ആശയം കുത്തിവെച്ച് മനുഷ്യ അവസ്ഥയിൽ അല്ലാത്ത നിലയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് എത്ര പറഞ്ഞു കൊടുക്കുമ്പോഴും അവരതിൽ നിന്ന് പുറത്തു വരാൻ എടുക്കുന്ന സമയവും സ്ട്രഗിളും കണ്ട് മനസ്സ് മരവിച്ചിരിക്കുന്ന അവസ്ഥയിൽ പറഞ്ഞു പോകുന്നതാണ്. നമ്മളിപ്പോഴും വർഷങ്ങളുടെ പൈതൃകവും ചരിത്രവും ഒക്കെ നമുക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ ഇത് എവിടെയും എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. എന്താണ് ഈ പ്രശ്നങ്ങൾക്കുള്ള മൂല കാരണം? നമുക്കറിയാം, ഇവിടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന മതം മാറ്റം പലതരത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഇത് വീണ്ടും എടുത്തെടുത്ത് പറയേണ്ടതല്ല. പ്രശ്നമുണ്ടെന്നുള്ളതൊക്കെ ശരി, ചിലർക്ക് പ്രശ്നമുണ്ടെന്ന് പോലും അറിയാത്തവരുണ്ട് നമുക്കിടയിൽ. ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരെ ഉണർത്താൻ പറ്റില്ല. ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റുള്ളൂ. പക്ഷെ ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്ത്, അതിനുള്ള പരിഹാരം എന്ത്, അത് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്.
ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഇതും കൂടെ ഒന്ന് പറഞ്ഞ്, നമ്മുടെ ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച്, ദർശനത്തെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി അടുക്കും ചിട്ടയോടുകൂടി പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് അതൊരു വലിയ ശൂന്യതയായി തന്നെ കിടക്കുന്നു, ഇപ്പോഴും കിടക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനം എന്ന് പറയുന്നത്. അനുനിമിഷം ആർഷവിദ്യാ സമാജത്തിലെ പ്രവർത്തകരുടെ ഫോൺ നമ്പറുകളിലേക്ക് വരുന്നത് ചുരുങ്ങിയത് 20 കോളെങ്കിലും വരും. ഈ കേരളത്തിനകത്തും വെളിയിലും, രാജ്യത്തിന് വെളിയിൽ നിന്ന് പോലും ഇന്ന് ആർഷവിദ്യാ സമാജത്തെ സമീപിക്കുന്നുണ്ട്. മതപരിവർത്തനത്തിന് ഇരയാകപ്പെട്ട് എന്തു പറഞ്ഞാലും കേൾക്കാത്ത കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിലവിളിക്കുന്ന മാതാപിതാക്കളാണ് ഫോണിന്റെ അപ്പുറത്ത്. ഒരേ സമയം നമുക്ക് ഏറ്റെടുക്കുന്നതിന് പരിമിതികളുണ്ട്. നമ്മളെല്ലാം തികഞ്ഞു എന്നുള്ള ഭാവം, എല്ലാം ഒന്നാണെന്നുള്ള ഒരു ഭാവം വേറെ. ഇപ്പോഴും നമുക്ക് അകത്തുള്ള ആൾക്കാരുടെ ധാരണ എല്ലാ മതവും ഒന്ന്, എല്ലാ ദൈവവും പറയുന്ന ഒന്ന്, ഇത് നമ്മൾ മാത്രമേ പറയുകയുള്ളൂ. മതം മാറ്റത്തിന് വിധേയരായി നിൽക്കുന്ന, ഇല്ലെങ്കിൽ മത തീവ്രവാദം പറയുന്ന ഒരാളുടെ മുമ്പിൽ പോയി നിങ്ങൾ ഇത് പറഞ്ഞു നോക്കൂ, അവര് ചോദിക്കും, അല്ലെങ്കിൽ അവര് പറയും എല്ലാ മതവും ഒന്നല്ല, ഞമ്മന്റെ മതം മാത്രമാണ് ശരി, ഞങ്ങളുടെ യേശുദേവനെ വിശ്വസിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് അവര് പറയും. നമ്മളെപ്പോഴും പറയും എല്ലാ മതവും പഠിപ്പിക്കുന്ന ഒന്നാന്നേ. എന്തൊന്ന്? ഒന്നുമല്ല. എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ ആരാധിച്ചാൽ ആ ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്നവരും നരകത്തിൽ എന്തിനമാകുന്നു പറയുന്നത് എങ്ങനെയാണ് സനാതന ധർമ്മത്തിന്റെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ആശയത്തോട് താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നെന്ന് പറയാൻ സാധിക്കുക? ക്രിസ്ത്യാനി വേറെ, ഹിന്ദു വേറെ, മുസ്ലിം വേറെ, ഞങ്ങളെല്ലാം ഞമ്മന്റെ മതക്കാർ മാത്രം ഒന്നായാൽ മതി എന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് വസുദൈവ കുടുംബകം എന്ന് പറയുന്ന വലിയ ആശയം ഒന്നാക്കാൻ സാധിക്കുക? എല്ലാ മതവും ഒന്നല്ല. നമ്മൾ ഇത്രയും കാലം ഈ മതത്തിൽ വിശ്വസിച്ചില്ലേ, ഇനി കുറച്ചു കാലം ഈ മതത്തിലോ ഈ ദൈവത്തെയോ ഒന്ന് വിശ്വസിച്ച് നോക്കിയാലോ എന്നുള്ള മതം മാറ്റത്തിന്റെ ആശയം പറഞ്ഞാൽ പോലും പറയുന്നവൻ ആരാണോ അവനെ ആദ്യം കല്ലെടുത്തെറിയണം. ആ കേൾക്കുന്നവന്റെ കയ്യിലാണ് ആദ്യം പൊങ്ങേണ്ടത് അവനെ കല്ലെടുത്തെറിഞ്ഞു കൊല്ലാൻ. എന്നിട്ട് അവൻ എവിടെ നിന്ന് വരുന്നോ ആ നാട്ടിലേക്ക് പോയി ആ നാടിനെ കൈയടിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്ന എന്താണ് മുഴുവൻ കേൾക്കൂ. ആ പറയുന്നവന്റെ നാട്ടിൽ പോയി ആ നാട് ചുട്ടരിക്കണം എന്ന് പറയുന്ന ആശയവും നേരത്തെ പറഞ്ഞതുപോലെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് ചൊല്ലുന്ന എന്ന് പഠിപ്പിച്ച ഈ മഹത്തായ ശാസ്ത്രവും ഒന്നാകുന്നത് എങ്ങനെ? ഇത് ഒന്നല്ലെന്ന് ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത് എന്റെ ജീവിതത്തിൽ 12 കൊല്ലം മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി. ആർഷവിദ്യാ സമാജം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്താനും ഇവിടെ കോഴ്സുകൾ പഠിക്കാനും എനിക്ക് തിരിച്ചു വരാനും സാധിച്ചു. സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരാനും സാധിച്ചു. 5 വർഷത്തോളമാണ് ഇരുട്ട് കയറിയ ആ ആശയം തലയിൽക്കകത്ത് കയറ്റി നടന്നിരുന്നത്. ഞാനും എന്റെ 2-3 സഹോദരിമാരും എഴുതിയ ഞങ്ങളുടെ മതപരിവർത്തന അനുഭവങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ ഉണ്ട്. ഇവിടെ സദസ്സിന്റെ ഏറ്റവും പിറകില് ഒരു സ്റ്റോൾ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് കൂടുതലൊന്നും പറയുന്നില്ല, നിരവധി ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോ നമ്മൾ കാരണങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു. മൂലകാരണം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മശാസ്ത്രത്തെ കുറിച്ച്, ദർശനത്തെ കുറിച്ചിട്ട് ശരിയായ അവബോധമില്ല. ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒരുപാട് പിൽക്കാലത്ത് കടന്നു വന്ന ഒരുപാട് അനാചാരങ്ങൾ, ദുരാചാരങ്ങളിലൊക്കെ ചില കടുംപിടുത്തം നിറഞ്ഞ വാദങ്ങൾ, മാമൂൽവാദങ്ങൾ തുടങ്ങിയവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായി നമ്മൾ മാറുന്നു. നമ്മുടെ സമൂഹത്തിന്റെ ഗതി നമുക്ക് അറിയുന്നില്ല. സമൂഹത്തിൽ കടന്നു കയറി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ മാറ്റം കൊണ്ടുവന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ചരിത്രത്തെ കുറിച്ച് അറിയുന്നില്ല. ചരിത്രത്തിൽ എത്രയോ വീരപുരുഷന്മാരും വീരാംഗനമാരും ഉണ്ട്. അവരെ റോൾ മോഡലാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ള സമയവും ഇല്ല, സംവിധാനവും ഇല്ല. ഞാൻ ഈ പറയുമ്പോ ഈ ഒരു ഹാളിനകത്തുള്ള ആൾക്കാരുടെ കാര്യം മാത്രമായിട്ട് എടുക്കരുത്. ഒരു വലിയൊരു സമൂഹത്തെയാണ് നമ്മൾ കാണേണ്ടത്.
ഒരുപക്ഷെ സംഘശാഖകൾ അതുപോലുള്ള മറ്റു ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഒക്കെ കാര്യമായി പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും അവരുടെ നിഴലിലുള്ള ഇടങ്ങളിലും ഒക്കെ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഹൈന്ദവതയെ കുറിച്ചോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചരിത്രത്തെ കുറിച്ചോ അറിയുമായിരിക്കും. പക്ഷെ അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ലല്ലോ കേരളം, അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ലല്ലോ ഭാരതം, അവിടെ കൊണ്ട് ഒതുങ്ങുന്നതാണോ നമ്മുടെ ലോകം? അപ്പൊ ഈ ലോകത്തെ ഓരോ കോണിലും സ്വാമി വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഓരോ ഹിന്ദുവിന്റെയും ഭവനങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ഹിന്ദുവിന്റെയും ഹൃദയത്തിലേക്ക് ആര്യധർമ്മത്തിന്റെ ആർഷധർമ്മത്തിന്റെ വൈദിക ധർമ്മത്തിന്റെ ആശയം എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ആ പോലുള്ള പ്രവർത്തനം നമുക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പറയുന്ന മതപരിവർത്തനം പോലുള്ള വ്യാധികളെ നമുക്ക് ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് വർത്തമാനകാല സാഹചര്യങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധം. തൊട്ടപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടി ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ജീവിതം നശിപ്പിച്ച് കിടക്കുന്നത് പോലും ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് അറിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടെ ഞങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട്. നിരവധി പെൺകുട്ടികൾ ഇങ്ങനെ വരുന്നു, ഏതോ മായാ ലോകത്താണ്. ഈ തലമുറകളെ രക്ഷിക്കാനായിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി തന്നെ നമുക്ക് വേണം. അതിന് നമ്മൾ പരിഹാര മാർഗം കാണണം. പ്രശ്നത്തെയും പ്രശ്ന കാരണങ്ങളെയും മാത്രം പറയാതെ പ്രശ്ന പരിഹാരം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്നുള്ള കൃത്യമായ ബോധ്യമുള്ളവരാകണം. ആ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ അവരുടെ സംവിധാനം എന്തൊക്കെയാണെന്നുള്ള ധാരണ ഉണ്ടാവണം. അവരെയും അവരുടെ സംവിധാനത്തെയും ഉന്മൂലനം ചെയ്യാനുള്ള കർമ്മ പദ്ധതി നമ്മൾ തയ്യാറാക്കണം. അതായത് പ്രശ്നം മനസ്സിലാക്കിയാൽ മാത്രം പോലെ പ്രശ്ന കാരണങ്ങളെയും വേരോടെ പിഴുതെറിയാൻ പറ്റുന്ന കർമ്മ പദ്ധതി നമ്മൾ തയ്യാറാക്കി അത് കർമ്മയോഗ മനസ്ഥിതിയോടുകൂടി ഒരു യജ്ഞ മനോഭാവത്തോടുകൂടി ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയാത്ത ഉറച്ച ബോധ്യത്തോടുകൂടി ഉറച്ച നിശ്ചയത്തോടുകൂടി ആ പദ്ധതി പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആർഷവിദ്യാസമാജം അങ്ങനെ ഒരു യജ്ഞ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ആർഷവിദ്യാസമാജം ഞാനടക്കമുള്ള 8000-ലധികം പേരെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരാനായി മുന്നോട്ട് വെക്കുന്നത് തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിച്ച പദ്ധതിയും സമൂഹത്തിന് മുന്നോട്ട് വയ്ക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ ധർമ്മം നേരിടുന്ന നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി കാണുന്നത് 4 കോഴ്സുകൾ നമ്മുടെ കോഴ്സുകളുണ്ട്. ആധ്യാത്മിക ശാസ്ത്രം, ഭാരതീയ സംസ്കൃതി, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന 6 തരത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങുകൾ നമുക്കകത്ത് തന്നെ പിൽക്കാലത്ത് കൂടിയതായിട്ടുള്ള പല അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, അത്യാചാരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, മാമൂലാദങ്ങൾ പോലുള്ളവ, ക്രിസ്ത്യൻ മത സ്വാധീനം, ഇസ്ലാം മത സ്വാധീനവും തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ കപട മതേതരത്വ രാഷ്ട്രീയ ചിന്താധാരകളുടെ സ്വാധീനം, മെക്കോളിസ്റ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുള്ള സ്വാധീനം, അതുപോലെ തന്നെ സുഖവാദം, നാസ്തികവാദം പോലുള്ള ചില എത്തിസ്റ്റിക് കൺസെപ്റ്റുകളുടേതായിട്ടുള്ള സ്വാധീനം, ഇങ്ങനെ 6 തരത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങുകളിൽ അകപ്പെട്ടു പോകുന്ന നമ്മുടെ ജനതയെ രക്ഷപ്പെടുത്താനുള്ള സുദർശനം എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി. ഈ കോഴ്സുകളുടെ എല്ലാം ക്ലാസ്സുകൾ ഈ വരുന്ന 25-ാം തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടെ എല്ലാവരെയും അറിയിക്കുകയാണ്. എല്ലാവരെയും ആർഷവിദ്യാസമാജത്തിന്റെ ഈ മഹത് യജ്ഞത്തിൽ, ഈ ബൃഹത് മിഷനിൽ ഭാഗവാക്കാകുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഈ പരിപാടിയുടെ സംഘാടകർക്ക് എല്ലാവർക്കും, ഇത്രയും നേരം എന്നെ ക്ഷമയോടുകൂടെ കേട്ട വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ സദസ്സിലെത്തിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്. ഓം നമഃ ശിവായ. നമസ്തേ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു മഴത്തുള്ളി വെറുതെ ഭൂമിയിൽ പതിക്കുന്നതല്ല, വിണ്ട് വരട്ട് കിടക്കുന്ന ഭൂമിക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അതുമല്ലെങ്കിൽ പാടി തളർന്നു നിൽക്കുന്ന സസ്യജാലങ്ങൾക്ക് ദാഹജലം നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ കൊടുംകുഷ്ണത്തിൽ ഒരൽപ്പം കുളിർമ ഈ വേദിക്കുള്ളിലിരിക്കുന്ന നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. ഒരു മഴത്തുള്ളിയും ചെറുതല്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞു മനുഷ്യരും ഒന്നും ചെറുതല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഹിന്ദുമഹാസമ്മേളനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹിന്ദുമഹാസമ്മേളനത്തോടൊപ്പം തന്നെ ചേർത്തുകൊണ്ട് മറ്റൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോ അതിന്റെ ആദ്യത്തെ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.